ഇപ്പൊ ഈ ഫ്രാൻസിൽ ഒളിമ്പിക്സ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, പാരീസ് ഒളിമ്പിക്സ്. അവിടെ ഇപ്പോൾ ഒരു വലിയൊരു തീവ്രവാദി ആക്രമണം ഉണ്ടായി. അതായത് ബോംബ് സ്ഫോടനമല്ല നടന്നത്, മറിച്ച് അവിടുത്തെ ഈ സ്പീഡ് റെയിൽവേ ഉണ്ടല്ലോ, ഈ ബ്രിട്ടനെയും ഫ്രാൻസിനെയും ബന്ധിപ്പിക്കുന്ന പാരീസ് ലണ്ടൻ മെട്രോ റെയിൽവേ ഉണ്ട്, അതിന്റെ ഈ ഡാറ്റ ഡെലിവറി ചെയ്യുന്ന ഒപ്റ്റിക് കേബിൾസ് ഉണ്ടല്ലോ, അത് മുഴുവൻ ആരോ തീയിട്ടു. ഒരാളാണോ 10 ആളാണോ എന്നറിയില്ല, ഒരുപാട് ആൾക്കാർ കൂടിയിട്ടായിരിക്കും. കാരണം ഒരുപാട് സ്ഥലത്താണ് തീയിട്ടത്. അങ്ങനെ 8 ലക്ഷം യാത്രക്കാർ റെയിൽവേ സ്റ്റേഷനുകളിൽ കുടുങ്ങിപ്പോയി. കാരണം ഈ ഒരു ഡാറ്റ ഇല്ലാതെ വണ്ടി ഓടില്ലല്ലോ. അങ്ങനെ വലിയ ഒരു ഇഷ്യൂ ഉണ്ടായി. അതും ഈ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ദിവസം തന്നെ. ആ ദിവസമാണ് ഒരുപാട് ആൾക്കാർക്ക് ഈ ഉദ്ഘാടനം കാണാൻ വേണ്ടിയിട്ട് ബ്രിട്ടനിൽ നിന്നൊക്കെ വരേണ്ടിയിരുന്നത്. അങ്ങനെ വരാൻ പറ്റാതെ എല്ലാവരും കുടുങ്ങിപ്പോയി. അങ്ങനത്തെ വലിയൊരു തീവ്രവാദി ആക്രമണം എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഒരു രാജ്യത്തിന്റെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു റെയിൽവേ നെറ്റ്വർക്ക് തന്നെ ഫ്രീസ് ആക്കിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ആക്രമണം തന്നെയാണ്. അങ്ങനെ ഈ ഒരു ആക്രമണം നടന്നതിന് ശേഷം ഇതിന്റെ പിന്നിലുള്ള കൾപ്രിറ്റ്സിനെ, ഇതിന്റെ പിന്നിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ ഇത്രയും വലിയ ഫ്രാൻസിന്റെ ഇത്രയും ആധുനികമായ പോലീസും സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഫ്രാൻസ് ഒരുപാട് CID-നെയും രഹസ്യാന്വേഷണ ഏജൻസികളിനെയും പോലീസിനെയും എന്ന് പറഞ്ഞ എല്ലാവരുടെയും വിട്ടിരിക്കുകയാണ് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ആ ചെയ്ത ആൾക്കാരനെ വെറുതെ വിടാൻ പാടില്ല, അവരെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പൊ 2 ദിവസമായിട്ട് അന്വേഷണം നടന്നിട്ടും കണ്ടുപിടിക്കാൻ പറ്റാതെ ഈ ഒരു ഫ്രഞ്ച് പോലീസ് നട്ടം തിരിയുകയാണ്. ഈ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കുറ്റവാളികളെ കണ്ടുപിടിച്ചത് ആരാന്നറിയോ? അവിടെയാണ് ഇതിന്റെ അത്ഭുതം എന്ന് പറയുന്നത്. അത് കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണ്, വിശേഷ്യ മലയാളികളാണ് അത് കണ്ടുപിടിച്ചത്. അങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം ആ ഒരു വിവരം, ആ ഒരു ഡാറ്റ അവര് ലോകത്തിന് അറിയിക്കുകയാണ്. അറിയിക്കുന്നതാണെങ്കിലോ നിരവധി പോസ്റ്റുകളിൽ കൂടെയാണ്. അപ്പൊ അങ്ങനെ വന്ന പോസ്റ്റുകളിൽ ചിലത് നമുക്ക് വായിച്ചു നോക്കാം. നമുക്ക് ഈ ഒരു തീവ്രവാദികളെ പിടിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരാകുമ്പോൾ പെട്ടെന്ന് തന്നെ തീവ്രവാദികളെ പിടിക്കല്ലോ. അപ്പൊ അങ്ങനെ പിടിച്ചിരിക്കണം. അപ്പൊ ആദ്യത്തെ ഒരാൾ പറയാണ്, കാക്കകൾക്ക് ഭക്ഷണം കൊടുത്താൽ തിന്നിട്ട് തിരിച്ചു കൊത്തും എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ മൂപ്പര് എന്തോ ഒരു സംഗതി കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാക്കകൾക്ക് എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ, ഏതാണ്ട് കാര്യം മനസ്സിലായില്ലേ? ഓക്കെ. അങ്ങനെ അടുത്ത ഒരു അന്വേഷണ ഏജൻസിയുടെ തലവൻ പറയാണ്, വിസ്മയം വിസ്മയം, കാക്ക കണ്ടാൽ പഠിക്കും, കൊക്ക് കൊണ്ടിട്ടേ പഠിക്കും എന്ന് പറയണം അല്ലെ. വിസ്മയം വിസ്മയം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കണം, ഇത് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനെ കുറിച്ചും താലിബാനെ കുറിച്ചൊക്കെ ഏതോ കാലഘട്ടത്തിൽ ഏതോ ഒരു പത്രം എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ വിസ്മയം വരെ ഓർത്ത് വെച്ചിരിക്കണം. അതൊക്കെ അങ്ങനെ ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. അതിന്റെ ഇടയിലുള്ള ഒരുപാട് വേറെ വിസ്മയങ്ങൾ അതിനേക്കാൾ അപ്പുറമുണ്ട്, അതൊന്നും തന്നെ ഓർമ്മ ഉണ്ടാവില്ല. ഇത് ഭയങ്കര ഓർമ്മയാണ്. ശരി, അടുത്ത CID പറയാണ്, സമാധാന ചാവേർ മുറിയന്മാർ വർഗ ഗുണം പുറത്ത് എടുത്തു തുടങ്ങിയിട്ട് കാലം ഒരുപാടായി, എന്നിട്ടും പഠിക്കാത്തവർ വാങ്ങിക്കൂട്ടുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഏതാണ്ട് കാര്യം മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ പിന്നില്, ഫ്രാൻസിൽ നടന്ന ഈ തീവെപ്പിന്റെ പിന്നില് ഇസ്ലാമിക ഭീകരവാദ അന്താരാഷ്ട്ര കൾപ്രിറ്റ്സുകളാണ് എന്ന് അതിൽ തന്നെ മനസ്സിലാക്കിയെടുക്കാം. ഏതു രൂപത്തിലാണോ കേരളത്തില് ഒരു ചർച്ചില് ബോംബ് പൊട്ടിച്ച് 8 പേരെ കൊന്ന സമയത്തും ഈ പറയുന്ന ഇസ്ലാമിക ഭീകരവാദം തന്നെ ആയിരുന്നല്ലോ. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അത് ഡൊമിനിക് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ഭീകരവാദി ആയിരുന്നു എന്നുള്ള കാര്യം. പിന്നെ അതേപോലെ തന്നെയാണ് ഈ അമ്പലങ്ങളിലേക്ക് മലമെടുത്ത് എറിയുന്നതൊക്കെ ആരാന്ന് നിങ്ങൾക്കറിയാലോ, കാക്കകളാണല്ലോ. ഈ അമ്പലത്തിന്റെ നേർക്ക് ബോംബ് എറിയുന്നതും അതുപോലെ തന്നെ തീയിടുന്നതും അവിടുത്തെ പ്രതിമകൾ തകർക്കുന്നതും അതിന്റെ ഉള്ളിലിട്ട് ചെറിയ ചെറിയ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നതും ഒക്കെ തന്നെ ഈ കാക്കകളാണല്ലോ. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കുന്ന CID-മാരാണ് ഇതൊക്കെ. പിന്നെ അടുത്ത CID പറയാണ്, യൂറോപ്പിന്റെ മുഴുവൻ അവസ്ഥ വൈകാതെ ഇത് തന്നെയാവും. മൂപ്പര് യൂറോപ്പിനെ പറ്റി ഭയങ്കര ചിന്തയാണ്. ഈ ഇന്ത്യനെ കുറിച്ച് ചിന്തിക്കാനൊന്നും ഇല്ലല്ലോ. ഇന്ത്യ ഭയങ്കര വികസിത രാജ്യമാണല്ലോ, എല്ലാതും തികഞ്ഞിരിക്കണ കാരണം തന്നെ മൂപ്പർക്ക് യൂറോപ്പിനെ കുറിച്ച് ഭയങ്കര ചിന്തയാണ്. അന്വേഷണ ഏജൻസി അഭയാർത്ഥി എന്ന പേരിൽ ആദ്യം വലിഞ്ഞു കയറി വരും. അഭയാർത്ഥിയായിട്ട് വെറും മുസ്ലിങ്ങൾ മാത്രമേ അവിടെ വരുന്നുള്ളൂ, വേറെ ആരും തന്നെ വരുന്നില്ല. ഇന്ത്യയിൽ തന്നെ ജയ് ശ്രീറാം ജയ് ശ്രീറാം എന്ന് വിളിച്ചിട്ട് ഇല്ലീഗലായിട്ട് നുഴഞ്ഞു കയറാണ് ഫ്രാൻസിലേക്ക് ഒരുപാടെണ്ണം. ഇന്ത്യയിൽ ശ്രീരാമനൊന്നും കൊടുത്തില്ല എന്ന് തോന്നുന്നു, ഒക്കെ കൂടി കെട്ടിയെടുക്കണം അങ്ങോട്ട്. പക്ഷെ ഇവിടെ പറയുമ്പോ എന്താ പറയാ, വെറും മുസ്ലിം രാജ്യത്ത് മാത്രമേ വരുന്നുള്ളൂ എന്ന അർത്ഥത്തിലാണ് ഈ പറയുന്നത്. എന്നിട്ട് പതിയെ അംഗബലം കൂടുമ്പോൾ സ്വന്തം നിയമം വേണം എന്ന് പറഞ്ഞ് സമരങ്ങൾ അത് നടക്കാതെ ആവുമ്പോൾ ശരിക്കുള്ള സ്വഭാവം പുറത്തെടുക്കും. ഫ്രാൻസ്, സ്വീഡൻ, UK എല്ലാം ഇതിന്റെ ദുരന്തങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പറഞ്ഞിട്ട് ഭയങ്കര അന്വേഷണ ഏജൻസിയുടെ തലവൻ, വേറൊരു തലവൻ സംസാരിക്കുകയാണ് ഈ കാണുന്നത്. ഇനി വേറൊരു ഡിറ്റക്റ്റീവ് പറയാണ്, ഞമ്മന്റെ ബോംബൊളികൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. കണ്ട മൂപ്പര് എല്ലതും കണ്ടുപിടിച്ചു. അവിടെ പൊട്ടിത്തെറിയണം ഉണ്ടായത് എന്ന് വരെ കണ്ടുപിടിച്ചു. അവിടെ സ്പീഡ് റെയിൽവേന്റെ കേബിളിന് തീയിട്ടു എന്ന് മാത്രമാണ് നമ്മൾ അറിഞ്ഞത്.
പക്ഷെ ഈ അന്വേഷണ ഏജൻസി കണ്ടില്ലേ, ഞമ്മന്റെ ബോംബ് പൊട്ടിക്കാൻ തുടങ്ങി. ബോംബ് ഇങ്ങനെ പൊട്ടി എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? ഏത് രൂപത്തിലാണോ ഇന്ത്യ ഒട്ടുക്കും RSSകാർ ബോംബ് പൊട്ടിച്ചിട്ട് നിരപരാധികളെ കൊന്നത്, അതുപോലെ അവിടെ ബോംബ് പൊട്ടി എന്നാ പറയുന്നത്. ഇനിതാ അടുത്ത CID മൂപ്പര് പറയുന്നത്, വേലിയിലിരിക്കുന്ന ജിഹാദി പാമ്പിനെ തോളത്തെടുത്ത് വെച്ചു. അപ്പൊ കണ്ട ജിഹാദി വന്നു. അപ്പൊ കാര്യങ്ങൾ കൂടുതൽ നമുക്ക് മനസ്സിലായി തുടങ്ങി. അങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുക. എന്നിട്ട് അവസാനം ഡൊമിനിക് മാർട്ടിൻ എന്നുള്ള ഒരു പേര് വരും ചെയ്യും. പിന്നെ അടുത്ത CBI പറയാണ്, നമ്മളെ അഭ്യർത്ഥികളെ സ്വീകരിച്ച് തീറ്റിപ്പോറ്റി സ്വന്തം രാജ്യം ഫ്രഞ്ചുകാർക്ക് നഷ്ടമായി തുടങ്ങി എന്ന് പറയാണ്. അപ്പൊ ഇവിടെയും മനസ്സിലാക്കേണ്ടത് വെറും മുസ്ലിങ്ങൾ മാത്രമേ വരുന്നുള്ളൂ എന്നാണ് അവിടെയും പറഞ്ഞു കൊണ്ടുവരുന്നത്. അപ്പൊ ഇന്ത്യ എന്നൊക്കെ പോകുന്നവരെ എങ്ങോട്ടാണ്? കടലിൽ പോയി ചാടുകയാണോ? പിന്നെ അടുത്ത ഒരു CID പറയാണ്, ബോംബുളികളെ അഭ്യർത്ഥികൾ എന്ന് പറഞ്ഞ് വരിഞ്ഞു കയറിയപ്പോ കൈയടിച്ചതല്ലേ അനുഭവിക്കുക എന്ന് പറയാണ്. മുസ്ലിം ഭീകരവാദത്തിന്റെ ഒരു ചെറിയ ലാഞ്ചനം നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ഒരു CID പറയാണ്, ജർമ്മനിയിൽ ഇപ്പോൾ ഹമാസിനെ പിന്തുണച്ച് റാലി നടത്തിയ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്നവർ ജർമ്മൻ പോലീസിന്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടി എന്ന് പറയാണ്. അപ്പൊ ജർമ്മനിയിൽ ഹമാസിനെ പിന്തുണച്ച്, സത്യത്തില് ഇവരുടെ ഈ അസൂയ കുറ്റൊക്കെ ഉണ്ടല്ലോ മുസ്ലിം ലോകത്തിനെതിരെ, അത് ശരിക്കും പ്രതിഫലിക്കുകയാണ് കാണുന്നത്. ഹമാസിനെ പിന്തുണച്ചിട്ടല്ല, പാലസ്തീനെ പിന്തുണച്ചിട്ടാണ് എല്ലാ സ്ഥലത്തും റാലികൾ ഉണ്ടാവുന്നത്. അമേരിക്കയിലാണ് ഏറ്റവും വലിയ റാലികൾ ഇപ്പോഴും ഉണ്ടാവുന്നത്. ഇപ്പൊ അവിടെ ഈ നെതന്യാഹു അവിടെ ചെന്നിട്ടുണ്ടല്ലോ, അയാളുടെ ഭക്ഷണത്തിൽ വരെ പുഴുക്കളെ വാരിയിട്ടു പാലസ്തീൻ സപ്പോർട്ടേഴ്സ്. അവിടെ പാലസ്തീൻ സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളല്ല, അവിടെ ഈ പറഞ്ഞ ക്രിസ്ത്യൻസും നിരീശ്വരവാദികളൊക്കെ തന്നെയാണ്. അതായത് മനുഷ്യത്വമുള്ളവർ. ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ മനുഷ്യത്വമുള്ളവരുണ്ടാവുമല്ലോ, നിരീശ്വരവാദികളുടെ ഇടയിൽ ഉണ്ടാവുമല്ലോ. ആ മനുഷ്യത്വമുള്ളവരാണ് ഇത് ചെയ്യുന്നത്. അവരാണ് പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ എല്ലാ രാജ്യത്തും മുസ്ലിങ്ങൾ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്, എല്ലാ രാജ്യത്തും മുസ്ലിം ഭൂരിപക്ഷമൊക്കെ ഉണ്ടോ? അത്രക്കൊണ്ടല്ലോ. അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇവിടെ ഈ ഒരു അന്വേഷണ സംഘം പറയുന്നത്, ചില മഞ്ഞ ചാനലുകൾ പറഞ്ഞത്, അതായത് ഹമാസ് ഒരു ടണൽ ഉണ്ടാക്കി വന്നിട്ട് കേരളത്തിൽ ബോംബ് സ്ഫോടനം നടത്തി എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതുപോലത്തെ കെട്ടുകഥകൾ ആണ് ഒരു ഉളുപ്പും ഇല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മനസ്സിലായില്ലേ, ഫ്രഞ്ച് പോലീസിനോ ഫ്രഞ്ച് അന്വേഷണ സംഘങ്ങൾക്കോ പോലും മനസ്സിലാവാത്ത കാര്യം ഇവിടെ കേരളത്തിൽ ഇരുന്നിട്ട് മണി പോലെ ഇവർ കണ്ടുപിടിച്ചു. ഇവർക്കൊരു നോബൽ സമ്മാനം അപ്പൊ തന്നെ എടുത്ത് കൊടുക്കണ്ടേ? നമുക്കറിയാം, കുറച്ചു മുമ്പ് ഒരു നോബൽ സമ്മാനം കിട്ടിയതാണ്. ഡൊമിനിക് മാർട്ടിൻ എന്ന പേര് പുറത്ത് വന്നിട്ടും ഹമാസ് അന്താരാഷ്ട്ര ഭീകരം, ഈ മുസ്ലിം ഭീകരവാദം എന്നൊക്കെ, ഇസ്ലാമിക ഭീകരവാദം എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചിട്ട് ഒരു നാണും മാനും ഇല്ലാതെ അന്നേ നാണം കിട്ടതാണ്, നാണും മാനും പോയതാണ്. എന്നിട്ട് പോലും പഠിച്ചിട്ടില്ല. ഇപ്പൊ വീണ്ടും വന്നിട്ട് അത് തന്നെയാണ് പറയുന്നത്. ഇനി ഇതിന്റെ പിന്നിൽ ആരാണെന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? ഇതിന്റെ പിന്നിൽ അമേരിക്കയും ഇസ്രായേലുമാണ് കളിച്ചത്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. അതായത് ഇപ്പൊ ഫ്രാൻസിൽ ഒരു തിരഞ്ഞെടുപ്പ് നടന്നു. ആ തിരഞ്ഞെടുപ്പിൽ വലതു തീവ്രവാദി പക്ഷം വിജയിക്കുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. കാരണം എന്താന്ന് വെച്ചാൽ ആ വലതു തീവ്രവാദി പക്ഷത്തിന്റെ നേതാവായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ പറഞ്ഞത്, ഞാൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പണി എന്തായിരിക്കും എന്ന് വെച്ചാല് ഹിജാബ് നിരോധിക്കും എന്ന് പറഞ്ഞു. ആ പറഞ്ഞ മാത്രം ഓർമ്മയുള്ളൂ, തോറ്റു തുന്നം പാടി. അങ്ങനെ തീവ്ര വലതുപക്ഷം വരുന്നതിന് പകരം ജനങ്ങൾ അവരെ തോൽപ്പിച്ച് തുന്നം പാടിച്ചിട്ട് തീവ്ര ഇടതുപക്ഷത്തിനെയാണ് തെരഞ്ഞെടുത്തത്. ഈ തീവ്ര ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കുക, എല്ലാവർക്കും തുല്യത കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു ടീമാണ്. എന്ന് മാത്രമല്ല അവര് ഈ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നവരുമാണ്. ആ ഒരു പാർട്ടിയുടെ പേരാണ് NFP എന്നാണ് എന്റെ പേര്. അതായത് ന്യൂ പോപ്പുലർ ഫ്രണ്ട് എന്നാണ് എന്റെ ഫുൾ ഫോം. അപ്പൊ ഈ ഒരു പാർട്ടി വിജയിച്ചതിന് ശേഷം ഇനി അവരുടെ പ്രസിഡന്റ് ഉടനെ തന്നെ അധികാരത്തിൽ വരും. അപ്പൊ ഇമ്മാനുവൽ മാക്രോണും പോയി, ലീ പെൻ പറഞ്ഞിട്ടുള്ള ആ തീവ്രവാദി ആ സ്ത്രീയും പോയി. പാലസ്തീൻ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഭരണകൂടമാണ് അവിടെ വരുന്നത്. അപ്പൊ അങ്ങനത്തെ അവസ്ഥയിൽ എന്തിനാണ് മുസ്ലിം ഭീകരവാദം അവിടെ ഉണ്ടാവുന്നത്? എന്തെങ്കിലും മുസ്ലിങ്ങൾ എന്തിനാണ് അവിടെ എന്തെങ്കിലും നശിപ്പിക്കുന്നത്? ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അപ്പൊ പിന്നെ ആരാണ് നശിപ്പിക്കുക? സ്വാഭാവികമായിട്ടും ഈ ഒരു ഇടതുപക്ഷം വന്നതിനുള്ള അസൂയ കൊണ്ട് ഈ വലതു തീവ്രവാദി പക്ഷമായിട്ടുള്ള ഈ മുസ്ലിം വിരോധികളും ഇസ്രായേലി സപ്പോർട്ടർമാരുമാണ് ഇത് ചെയ്തത്. അതെങ്ങനെ ചെയ്തത് എന്ന് വെച്ചാൽ ഇസ്രായേലിന്റെ സഹായത്തോടു കൂടി തന്നെ ചെയ്തതാണ്. അതിലും തെളിവായിട്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോ അതിൽ ആദ്യം തന്നെ ഇവിടെ നിക്കോളാസ് പറഞ്ഞ ഒരാൾ പറയാണ്, പാരീസ് ഒളിമ്പിക്സിൽ നടന്ന ഈ ഒരു അക്രമം, തീവ്രവാദി അക്രമം, ഇത് മൊസാദ്, ഇസ്രായേലിന്റെ മൊസാദ് പറഞ്ഞിട്ടുള്ള സീക്രട്ട് സർവീസ് ഉണ്ടല്ലോ, ഒരു തീവ്രവാദി ഒരു സംഘമാണ് അതും, ആ മൊസാദാണ് ചെയ്തത് എന്ന് ഈ ഒരു വ്യക്തി പറയണം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, കാരണം ഈ ഫ്രാൻസിന്റെ ഭരണം മാറിയത് തന്നെയാണ്. വിചാരിച്ച രീതിയിൽ ഫ്രാൻസിന് പിടിച്ചാൽ കിട്ടാത്ത ഒരു അവസ്ഥയാണെന്ന് മാത്രമല്ല, ഇസ്രായേലിന് എതിരെ നിൽക്കാൻ പോവുകയുമാണ്. ഓൾറെഡി പുതിയ പ്രസിഡന്റ് ആവാൻ പോകുന്ന ആൾക്കാർ, അധികാരികളൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യില്ല, പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആ ഒരു ദേഷ്യം കൂടി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു അക്രമം നടത്തിയത്. അങ്ങനെ അവിടെ അക്രമം നടത്തി കഴിഞ്ഞിട്ട് പിന്നെ അത് മുസ്ലിങ്ങളുടെ പീരീഡിക്ക് ഇടാൻ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, ജസ്റ്റ് പറഞ്ഞാൽ മതി ഇസ്ലാമിക ഭീകരവാദം, എല്ലാവരും വിശ്വസിച്ചോളും. അങ്ങനെയാണല്ലോ ഇപ്പൊ ഈ കേരളത്തിൽ നിന്ന് ഈ അന്വേഷണ സംഘം മുഴുവൻ കണ്ടെത്തിയത്.
അപ്പൊ അതിനാണ് ഇത് ചെയ്യുന്നത് എന്ന് മാത്രമല്ല, എന്നിട്ട് അതിനുശേഷം ഇസ്രായേലിന്റെ ഫോറിൻ മിനിസ്റ്റർ ഒരു പോസ്റ്റ് എക്സിൽ കുറിച്ചിരിക്കുകയാണ്. അതിൽ പറയുന്നത് മൂപ്പര് കണ്ടെത്തി, ഫ്രാൻസിലത്തെ അന്വേഷണ സംഘങ്ങൾ കണ്ടെത്താത്ത കാര്യം ഈ ഇസ്രായേലിൽ ഇരിക്കുന്ന അവിടുത്തെ ഫോറിൻ മിനിസ്റ്റർ കണ്ടെത്തി. എന്താ പറഞ്ഞറിയോ? ഇറാനാണ് ഇതിന്റെ പിന്നില്. എങ്ങനെയുണ്ട്? അപ്പൊ എന്തുകൊണ്ടാണ് ഇറാൻ എന്ന് പറയുന്നത്? കാരണം ഇറാന് ഭയങ്കര ദേഷ്യമാണ് ഇസ്രായേലിന്. ഇറാനും ഫ്രാൻസും ഒരുപാട് ബന്ധങ്ങൾ ഉള്ള രാജ്യമാണ്. അവിടെ ഒരിക്കലും ഇറാൻ അങ്ങനെ പോയി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എന്താന്ന് വെച്ചാല് ഇസ്രായേലിന്റെ ശത്രുക്കളെ ചൂണ്ടിക്കാണിക്കുക. ആദ്യം ഒരു രാജ്യത്ത് ഭീകരവാദി ആക്രമണം നടത്തുക, എന്നിട്ട് ആ രാജ്യത്തോട് പറയാൻ അത് ഞങ്ങളല്ല കേട്ടോ, അത് ഇറാൻ ആണോ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുക. അങ്ങനെ ഉള്ള ഒരു പ്രവർത്തനമാണ് ഈ ഒരു ഫോറിൻ മിനിസ്റ്റർ ചെയ്യുന്നത്, ഇസ്രായേലി വിദേശകാര്യമന്ത്രി. അങ്ങനെ ഇപ്പൊ ഇറാനെ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. ഇറാൻ ആണെങ്കിൽ യാതൊരു പങ്കില്ല എന്ന് മാത്രമല്ല, അങ്ങനെ എന്തെങ്കിലും പങ്കുണ്ടില്ല, എന്തെങ്കിലും ഒരു തെളിവ് കിട്ടണ്ടേ, അങ്ങനെ കിട്ടിയിട്ടുമില്ല. പക്ഷെ ഈ തെളിവൊക്കെ കൃത്യമായിട്ട് ഇസ്രായേലിന് കിട്ടും ചെയ്തു. അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? കൃത്യമായിട്ട് മനസ്സിലാക്കാം. അച്ഛൻ പത്തായത്തിൽ പോലും ഇല്ല എന്ന് പറഞ്ഞതുപോലെയാണ് സംഗതി. അപ്പൊ ഇത് ഇസ്രായേൽ തന്നെയാണ് ഇതിന്റെ പിന്നിൽ ചെയ്തിട്ടുള്ളത്. ഏത് രൂപത്തിലാണ്? ഇപ്പൊ ഒരു മാസം മുമ്പ് റഷ്യക്കെതിരെ ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടാക്കിയല്ലോ, അതിന്റെ പിന്നിൽ അന്വേഷിച്ച് ചെന്നപ്പോ ഈ ഇസ്രായേലും അമേരിക്കയും തന്നെയാണെന്ന് തെളിയുകയും ചെയ്തു. പക്ഷെ എന്താണ്, അത് വളരെ വിദഗ്ധമായിട്ടാണ് ഇവർ ചെയ്യുക. ഇസ്രായേൽ അമേരിക്ക എന്ന് പറഞ്ഞാൽ അങ്ങനെ ബുദ്ധിയില്ലാത്ത ആൾക്കാരൊന്നല്ലോ, വളരെ കൃത്യമായി ചെയ്ത് അത് മുസ്ലിങ്ങളുടെ പെരടിക്ക് വരുന്ന രീതിയിലാണ് ചെയ്യുക. എന്ന് മാത്രമല്ല, പെട്ടെന്ന് പറയും. ഇസിസ് നേതാക്കൾ അത് ഏറ്റെടുത്തു. എവിടെ ഏറ്റെടുത്തു? ഏത് നേതാക്കൾ എപ്പോ വിളിച്ചു? ആരോട് പറഞ്ഞു? ഒന്നുമില്ല, ഒരൊറ്റ പറച്ചിലാണ്. അത് എല്ലാവരോടും വിശ്വസിച്ചോളണം. അതാണെങ്കിലും വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിലത്തെ ഒരുപാട് നുണയന്മാര്, യാതൊരു സത്യസന്ധതയും ഇല്ലാത്ത കുറെ ജന്മങ്ങളുണ്ട്, അവരെങ്ങനെ കാത്തു നിൽക്കാണ് ഇതൊന്നും വിശ്വസിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരുടെ അടുത്തേക്ക് ഈ മലം വിളമ്പി കൊടുത്താൽ അവർ ഒന്നിച്ച് തിന്നിട്ട് പിന്നെ നേരത്തെ കണ്ടതുപോലെ ഇങ്ങനെ ഓരോ ഡയലോഗ് അടിക്കും. കാക്ക അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കും. അതാണ് ഇപ്പൊ നിങ്ങൾ നേരത്തെ കേട്ടത്. മലം തീനികളാണത്. മലം തിന്നതിന് ശേഷം പറയാണ്. ഇങ്ങനെ തന്നെയാണല്ലോ മലം തിന്നിട്ട് ഒരു പ്രാവശ്യം ഈ ഡൊമിനിക് മാർട്ടിന്റെ കേസിൽ കുറെ തള്ളിയത് മുസ്ലിങ്ങൾക്കെതിരെ. എന്നിട്ട് എന്തായി? കോണം വരെ ഉരിഞ്ഞു പോകുന്ന രീതിയിൽ നാണം കെട്ടു. പക്ഷെ പിന്നെയും അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ഇറാൻ എന്ന രാജ്യത്തിന് ഇതിന്റെ ആവശ്യം തന്നെ ഇല്ല. കാരണം എന്താണ്? അവിടെ ഭരണം മാറി ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന, പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ഭരണാധികാരികൾ വരാൻ പോവുകയാണ്. പിന്നെ എന്തിനാണ് വെറുതെ ലോകത്തിന്റെ വെറുപ്പ് പിടിച്ചു പറ്റുന്നത്? പക്ഷെ ഇതിന്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നത് ഇസ്രായേൽ തന്നെയാണ്. കാരണം ഇസ്രായേൽ നഷ്ടപ്പെടാനൊന്നുമില്ല. അവരെന്ത് ചെയ്താലും അവർ ഓക്കെയാണ്. അവർക്ക് യാതൊരു നിയമ തടസ്സങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണല്ലോ ഈ പാലസ്തീനിൽ ഇതുപോലെ ആൾക്കാരെ കൊന്നൊടുക്കിക്കൊണ്ടേയിരിക്കുന്നത്. പിന്നെ ഇസ്രായേലിന് ഏറ്റ മറ്റൊരു അടിയാണ് ഈ ബ്രിട്ടൻ എന്ന് പറയുന്നത്, UK. ഇപ്പൊ കുറച്ചു നേരത്തെ നിങ്ങൾ കേട്ടല്ലോ, UK-യിലും ഇത് തന്നെയാണ് സ്ഥിതി എന്നൊക്കെ പറഞ്ഞല്ലോ. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ അതും അസൂയ കൊണ്ട് പുറത്തേക്ക് വരുന്ന ഞെരക്കം മാത്രമാണ്. കാരണം എന്താണ്? ഇപ്പൊ ഈ UK-യിലും ഈ ഋഷി സുനക്കിനെ ചവിട്ടി പുറത്താക്കിയിട്ട് അവിടെ ഒരു പുതിയ പ്രൈം മിനിസ്റ്റർ വരികയാണ്. ആ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലോ മൂപ്പരും പാലസ്തീൻ സപ്പോർട്ടറാണ്. അപ്പൊ അയാൾ പറയാണ് UK-യിലേക്ക് എങ്ങാനും ഈ ഒരു നെതന്യാഹു കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ നെതന്യാഹുവിന് ജയിലിൽ അടക്കാൻ കാരണം എന്താണ്? കാരണം അന്താരാഷ്ട്ര കോടതി ഓൾറെഡി വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പൊ അത് അനുസരിച്ചേ പറ്റുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നെതന്യാഹു എങ്ങാനും ഞങ്ങളുടെ രാജ്യത്തേക്ക് വന്ന ഉടനെ തന്നെ ജയിലിൽ കിടക്കും എന്നാണ് അവിടുത്തെ ഇപ്പൊ പുതിയ ഗവൺമെന്റ് പറയുന്നത്. മനസ്സിലായില്ല? അപ്പൊ ഈ രൂപത്തില് സർക്കാരുകൾ മാറുകയാണ്. അല്ലാതെ ഈ യൂറോപ്പിൽ പണ്ടത്തെ പോലെ വെറും ഇസ്രായേലി സപ്പോർട്ടർ എന്നുള്ള ആ രീതിയിലല്ല പോകുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവരുടെ കുരുപൊട്ടലിന്റെ ഏറ്റവും വലിയ കാരണങ്ങൾ. ഇനി മറ്റൊന്നുകൂടി ഞാൻ നിങ്ങളെ ഓർപ്പെടുത്തുകയാണ്. അതായത് ഈ പാശ്ചാത്യർ, ഇസ്രായേൽ അമേരിക്ക തുടങ്ങിയ ഈ പാശ്ചാത്യർ ഉണ്ടല്ലോ, എന്തൊക്കെ നുണകളാണ് പറഞ്ഞത്. അതായത് ഇവർ വിയറ്റ്നാം യുദ്ധം മുതൽ നുണ പറയാൻ തുടങ്ങിയതാണ്. വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്ക ജയിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷെ സത്യത്തിൽ അമേരിക്ക തോൽക്കുകയാണ് അവിടെ ചെയ്തത്. അവിടെ നിന്നിട്ട് തുടങ്ങിയതാണ്. പിന്നെ ഇറാഖ് ലോകം മുഴുവൻ പൊട്ടിത്തെറിച്ചിട്ട് ലോകം മുഴുവൻ നശിപ്പിക്കാനുള്ള വലിയ വലിയ ആയുധം ഉണ്ടാവണം എന്ന് പറഞ്ഞു. പച്ചക്കള്ളമായിരുന്നു, ഒരു ആയുധം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ രാജ്യത്തിനെ അമേരിക്ക നശിപ്പിച്ചു. അതിനുശേഷം അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക വിജയിക്കുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തായി? എല്ലാ സാധനം ഇട്ട് ഓടി. എല്ലാ ആധുനിക ആയുധങ്ങളും ഇപ്പോൾ താലിബാന്റെ കയ്യിലാണ്. അങ്ങനെ ഓരോരോ രാജ്യത്തും ഇവര് നുണകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ പാശ്ചാത്യർ. അങ്ങനത്തെ ആൾക്കാർ ഇപ്പൊ പറയുന്നത് റഷ്യ ഒരു ജസ്റ്റ് ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് യുക്രൈനെ ആക്രമിച്ചു എന്ന് പറയുന്നു. പക്ഷെ സത്യം എന്താണ്? യുക്രൈൻ ഇങ്ങോട്ട് ആക്രമിച്ചിട്ടാണ് അങ്ങോട്ട് ആക്രമിക്കുന്നത്. അപ്പൊ അവിടെയും നുണ പറഞ്ഞു. പിന്നെ പറഞ്ഞു ഒക്ടോബർ 7 മാത്രമാണ് ഈ ഒരു ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചത് എന്ന് പറഞ്ഞു. അതും നുണയാണ്. 65 കൊല്ലമായിട്ട് പലസ്തീൻ ജനതയുടെ അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇസ്രായേൽ. അപ്പൊ ഇതാണ് സത്യം. അപ്പൊ ഇതൊക്കെ മൊത്തത്തിൽ നുണ പറഞ്ഞിരിക്കുകയാണ്. എല്ലാ സത്യത്തിനും മൂടിയിട്ടുകൊണ്ട് നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടീമാണ് ഈ പാശ്ചാത്യർ. അപ്പൊ ആ പാശ്ചാത്യത്തിനെ ഇനിയും വിശ്വസിക്കുന്നവർ വെറും മുസ്ലിം വിരോധം വെച്ച് നടക്കുന്ന ഉഗ്രമായ ഡൊമിനിക് മാർട്ടിനെ പോലത്തെ അതിനേക്കാൾ വലിയ തീവ്രവാദികളായതുകൊണ്ട് മാത്രമായിരിക്കും എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടിയും പറയാം. അതായത് ഇപ്പൊ അവിടെ ഈ പാരീസിൽ ഒളിമ്പിക്സ് നടക്കുകയാണല്ലോ.
ആ ഒളിമ്പിക്സിൽ പങ്കെടുത്ത കളിക്കാരുടെ ഒരു എണ്ണം വന്നിരിക്കാനുള്ള, അതായത് 33 കോടി ജനങ്ങളുള്ള അമേരിക്കയിൽ നിന്ന് 592 കായിക താരങ്ങളാണ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത്. 7 കോടി മാത്രം ജനതയുള്ള ഫ്രാൻസിൽ നിന്ന് 573 കളിക്കാരാണ് പങ്കെടുക്കുന്നത്. 2.5 കോടി മാത്രം ജനസംഖ്യയുള്ള ഓസ്ട്രേലിയയിൽ നിന്ന് 460 കളിക്കാരാണ് പങ്കെടുക്കുന്നത്. അതേസമയം 141 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ നിന്ന് വെറും 113 പേരാണ് പങ്കെടുക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കണം. അപ്പൊ എന്തുകൊണ്ടാണ്? കാരണം കളിക്കാരല്ല ഇന്ത്യയിൽ കൂടുതലുള്ളത്, തീവ്രവാദികളാണുള്ളത്. ആ തീവ്രവാദികളാണ് എവിടെയെങ്കിലും എന്ത് നടന്നാലും ഉടനെ തന്നെ വന്നിട്ട് ഇസ്ലാമിക ഭീകരവാദം നിങ്ങൾ പറയാം. അതിൽ നല്ല പ്രാവീണ്യമാണ്. അതിനുള്ള വല്ല മത്സരം ഉണ്ടെങ്കിൽ ഗോൾഡ് മെഡൽ ആയിരിക്കും ഇന്ത്യക്ക് കിട്ടുക എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പൊ നിങ്ങൾക്ക് കാര്യം മുഴുവൻ മനസ്സിലായല്ലോ. ഈ ഫ്രാൻസിൽ നടന്ന ഈ അക്രമത്തില് ഒരു മുസ്ലിം രാജ്യത്തിനോ ഒരു മുസ്ലിമിനോ യാതൊരു പങ്കുമില്ല, ഉള്ളത് ഇസ്രായേലിന് മാത്രമാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത് ഇറാനിലേക്ക്. കാരണം സ്വന്തം ശരീരത്തിലേക്ക് ശ്രദ്ധ വന്നെങ്കിലും ഒന്ന് പേടിച്ചിട്ടാണ്. അപ്പൊ ഇതാണ് സത്യം. എവിടെ തീവ്രവാദി ആക്രമണം നടന്നാലും മനസ്സിലാക്കിക്കൊള്ളുക, അത് ക്രിസ്ത്യൻ ഭീകരവാദമാവും, അല്ലെങ്കിൽ ഇസ്രായേലി ഭീകരവാദമാവും. അതും അല്ല എന്നുണ്ടെങ്കിൽ അത് ഈ ഹിന്ദുത്വ തീവ്രവാദി ഭീകരവാദമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.